മനുഷ്യനെ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഐതിഹ്യ കഥാപാത്രമാണ് നാറാണത്തു ഭ്രാന്തൻ. അപ്പോൾ നമ്മൾ നാറാണത്തു ഭ്രാന്തൻ്റെ ഒരു ചെറിയ കഥ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. നാറാണത്തു ഭ്രാന്തനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തെ കേട്ട് സുപരിചിതമായ ഒരു പേരാണ് നാറാണത്തു ഭ്രാന്തൻ. നാറാണത്തു ഭ്രാന്തനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെമ്പ് പാത്രമുണ്ട്. നാറാണത്തു ഭ്രാന്തൻ ഉപജീവന മാർഗം നടത്തിയിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഭിക്ഷയാചിച്ചാണ് അദ്ദേഹം ഉപജീവന മാർഗം നടത്തിയിരുന്നത്. രാവിലെ അദ്ദേഹം ചെമ്പ് പാത്രവുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങും. ഓരോ വ്യക്തികളും നൽകുന്ന ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യും. അത് കഴിച്ചാണ് അദ്ദേഹം അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. അദ്ദേഹം നാറാണത്തു ഭ്രാന്തൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഉരുളൻകല്ല് വളരെ ഉരുട്ടി എന്ത് ചെയ്യും, ആ വലിയ മലയുടെ മുകളിലേക്ക് കയറ്റും. എന്നിട്ട് മുകളിലെത്തിയതിന് ശേഷം എന്ത് ചെയ്യും, ആ ഉരുളൻകല്ല് വളരെ നിസ്സാരമായിട്ട് തള്ളി എന്ത് ചെയ്യും, താഴേക്ക് ഇടും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. ഇതൊക്കെയായിരുന്നു നാറാണത്തു ഭ്രാന്തൻ്റെ ചെയ്തികളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ, നാറാണത്തു ഭ്രാന്തൻ എന്തുണ്ട്, അതിൻ്റെ ചെമ്പ് പാത്രമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെമ്പ് പാത്രവുമായിട്ട് ഭിക്ഷയാചിക്കും. ഭിക്ഷ കിട്ടുന്ന ധാന്യമണികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ധാന്യം ഉപയോഗിച്ച് എവിടെയാണോ തീയും വിറകും ജലവും ലഭിക്കുന്ന സ്ഥലമുള്ളത് അവിടെ വെച്ച് എന്ത് ചെയ്യും, അത് പാകം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഭക്ഷിക്കും, അവിടെ കിടന്ന് ഉറങ്ങും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഒരിക്കൽ അദ്ദേഹം ഭിക്ഷയാചിച്ച ധാന്യവുമായിട്ട് ചെമ്പ് പാത്രവും ധാന്യവുമായിട്ട് അദ്ദേഹം ഇന്ന് നടന്നു പോവുകയാണ്. സമയം സന്ധ്യ മയങ്ങി രാത്രിയായി. ഈ സമയത്താണ് അദ്ദേഹം കണ്ടത് ഒരു ശ്മശാനം. നാറാണത്തു ഭ്രാന്തൻ കാണുവാനിടയായ ഒരു ശ്മശാനത്തിലാണെങ്കിൽ ശവം എരിയുകയാണ്. അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഭത്സമായ ഒരു രംഗമാണ് ശ്മശാനത്തിൽ. ബീഭത്സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയം ജനിപ്പിക്കുന്നതെന്നാണ് ബീഭത്സം എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്കൊക്കെ അറിയാലോ, ശ്മശാനം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. രാത്രിയിൽ ശ്മശാനത്തിൽ പോകാൻ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോകുമോ? ഇല്ല. പോകാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എന്താണ്, രാത്രിയിൽ ശ്മശാനത്തിൽ പോകാൻ പറഞ്ഞാൽ ഭയമാണ്. അപ്പം അദ്ദേഹം ഇത് കണ്ട ശ്മശാനം കണ്ടു. ശ്മശാനത്തിലാണെങ്കിൽ ശവങ്ങൾ എരിയുന്നു. ഇത് കണ്ടപ്പോൾ നാറാണത്തു ഭ്രാന്തന് വളരെ സന്തോഷമായി. കാരണം മറ്റൊന്നുമല്ല, ഇനി വിറകും തീയും അന്വേഷിച്ച് നടക്കണ്ട, വിറകുമുണ്ട് തീയുമുണ്ട്. അദ്ദേഹം ശ്മശാനത്തിൽ ചെന്നിരുന്നു. എന്നിട്ട് അപ്പം തൊട്ടടുത്തുള്ള നദിയിൽ നിന്നും ജലം ശേഖരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ശ്മശാനത്തിൽ നിന്നും കനലെടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, തൻ അരി വെക്കാനായിട്ട്, താൻ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ധാന്യമണികൾ വെച്ച് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് ചുടലഭദ്രകാളിയുടെ ശ്മശാനത്തിലോട്ടുള്ള വരവ്. ചുടലഭദ്രകാളി തൻ്റെ പരിവാരങ്ങളുമൊത്ത് എവിടെ എത്തുന്നു, ശ്മശാനത്തിലെത്തുന്നു. ചുടലഭദ്രകാളി ചുടലനൃത്തം നടത്തുവാനായിട്ടാണ് എവിടെ എത്തുന്നത്, ശ്മശാനത്തിലെത്തുന്നത്. അപ്പോൾ ചുടലഭദ്രകാളി തൻ്റെ പരിവാരങ്ങളുമായിട്ട് ശ്മശാനത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ശ്മശാനത്തിനുള്ളിൽ ഒരു മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ ചുടലഭദ്രകാളിക്ക് നല്ല ദേഷ്യമുണ്ടാകുന്നു. ചുടലഭദ്രകാളി നാറാണത്തു ഭ്രാന്തനെ സമീപിച്ചു. ഉടൻ ഇവിടുന്ന് മടങ്ങിപ്പോകണം, ഇല്ലെങ്കിൽ തങ്ങൾ പേടിപ്പിച്ച് ഓടിക്കും എന്ന് ആര് പറയുന്നു, ചുടലഭദ്രകാളി നാറാണത്തു ഭ്രാന്തനോട് പറയുന്നു. എന്നാൽ ചുടലഭദ്രകാളിയുടെ വാക്കുകൾക്കൊന്നും നാറാണത്തു ഭ്രാന്തനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. ഒടുവിൽ ചുടലഭദ്രകാളി ഭൂതഗണങ്ങളും കൂടി ചേർന്ന് നാറാണത്തു ഭ്രാന്തനെ ഭയപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. പക്ഷേ ഇതൊന്നും നാറാണത്തു ഭ്രാന്തനെ ബാധിച്ചതേയില്ല. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ചുടലഭദ്രകാളി എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും നാറാണത്തു ഭ്രാന്തനെ ഭയപ്പെടുത്തുവാൻ ആർക്ക് കഴിഞ്ഞില്ല. ചുടലഭദ്രകാളിക്കോ ചുടലഭദ്രകാളിയുടെ പരിവാരങ്ങൾക്കോ കഴിഞ്ഞില്ല. ഒടുവിൽ ചുടലഭദ്രകാളി നാറാണത്തു ഭ്രാന്തനോട് അപേക്ഷിക്കുകയാണ്. ചുടലഭദ്രകാളിക്ക് മനസ്സിലാവുന്നു, തൻ്റെ മുന്നിൽ കണ്ട ആ വ്യക്തി അദ്ദേഹം സാധാരണക്കാരനല്ല, ഏതോ മഹാത്മാവാണ്
എന്ന് ചുള്ളഭദ്രകാളി തിരിച്ചറിയുകയാണ്. ഉടനെ ചുള്ളഭദ്രകാളി നാരായണത്വഭ്രാന്തനെ സമീപിക്കുന്നു. തങ്ങൾക്ക് ഈ ചുഴലക്കാട്ട് നൃത്തം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ദയവായി ഇവിടുന്ന് തിരിച്ചു പോകണം. ഒരു മനുഷ്യൻ്റെ മുന്നിൽ വെച്ച് ഒരിക്കലും ചുടനൃത്തം നടത്തുവാൻ കഴിയില്ല എന്നായി ചുഴലഭദ്രകാളിയും പരിവാരങ്ങളും ആരോട് പറയുന്നു? നാരായണത്വഭ്രാന്തനോട് പറയുകയാണ്. പക്ഷേ ഇതൊന്നും കേട്ട് ആരും കൂട്ടാക്കുന്നില്ല. അതൊന്നും നാരായണത്വഭ്രാന്തൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, എന്നാൽ നൃത്തം നാളെ ആയിക്കോ എന്ന് ആര് പറയുന്നു? നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിക്ക് മറുപടി നൽകുകയാണ്. ഒടുവിൽ ചുഴലഭദ്രകാളിക്ക് ഒരു തരത്തിലും നാരായണത്വഭ്രാന്തനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം തനിക്കൊരു പ്രത്യേക രീതി ഉണ്ടെന്ന് ആര് പറയുന്നു? നാരായണത്വഭ്രാന്തൻ പറയുന്നു, എവിടെയാണോ തീയും വിറകും ലഭിക്കുന്നത്, തീയും വിറകും ജലവും ലഭിക്കുന്ന അവിടെ എന്ത് ചെയ്യുന്നു? താൻ ഭക്ഷണം പാകം ചെയ്യും, അവിടെ വെച്ച് ആ ഭക്ഷണം കഴിക്കും, അവിടെ കിടന്നുറങ്ങും. ഇതാണ് തൻ്റെ രീതി എന്ന് ആര് പറയുന്നു? ആ നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിയോട് പറയുകയാണ്. ഒടുവിൽ ചുഴലഭദ്രകാളി നാരായണത്വഭ്രാന്തനോട് പറഞ്ഞു, എന്തായാലും ഒരു മനുഷ്യനെ കണ്ടതാണ്, ഒരു മനുഷ്യനെ കണ്ടാൽ തങ്ങൾക്കൊരു നിയമമുണ്ട്, ഒന്നുകിൽ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക. നാരായണത്വഭ്രാന്തൻ ഒരു മഹാത്മാവാണ്, അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് ആര് തീരുമാനിക്കുന്നു? ചുഴലഭദ്രകാളി തീരുമാനിക്കുന്നു. ചുഴലഭദ്രകാളി നാരായണത്വഭ്രാന്തനോട് പറയുന്നു, അല്ലയോ മഹാത്മാവേ, അങ്ങക്ക് എന്തു വരമാണ് വേണ്ടത്? നാരായണത്വഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് തൽക്കാലം വരമൊന്നും വേണ്ട, നിങ്ങൾ തൽക്കാലം ഇതൊന്ന് പോയി തന്നാൽ മതി എന്ന് ആര് പറയുന്നു? നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിയോട് പറയുന്നു, അങ്ങനെയല്ല, എന്തെങ്കിലും വരം അങ്ങക്ക് നൽകിയിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് ചുഴലഭദ്രകാളി പറയുന്നു. ഉടനെ നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിയോട് വരം ചോദിക്കുകയാണ്, എൻ്റെ ആയുസ്സിൻ്റെ ഒരു ദിവസം നീട്ടി നൽകൂ, അല്ലെങ്കിൽ എനിക്കുള്ള ആയുസ്സിൽ ഒരു ദിവസം കൂടി ദീർഘിപ്പിച്ച് നൽകുക, ഒരു ദിവസം കൂടി അധികം നൽകുവാൻ ആര് പറയുന്നു? നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ചുഴലഭദ്രകാളി പറഞ്ഞു, ആയുസ്സിൽ കൂടുതലോ കുറവോ വരുത്താൻ ഞങ്ങൾക്കാവില്ല. ഉടനെ നാരായണത്വഭ്രാന്തൻ ചോദ്യം മാറ്റി അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആയുസ്സിൻ്റെ ഒരു ദിവസം കൂട്ടി നൽകണ്ട, എനിക്കുള്ള ആയുസ്സിൽ ഒരു ദിവസം കുറച്ച് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? ചുഴലഭദ്രകാളി പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഇത് കേട്ടപ്പോൾ നാരായണത്വഭ്രാന്തൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വരവൊന്നും വേണ്ട, തൽക്കാലം നിങ്ങളൊന്ന് പോയി തന്നാൽ മതി എന്ന് ആര് പറയുന്നു? നാരായണത്വഭ്രാന്തൻ പറയുകയാണ്. ചുഴലഭദ്രകാളി പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങക്ക് എന്തെങ്കിലും വരം നൽകിയേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. ഒടുവിൽ നാരായണത്വഭ്രാന്തൻ ഒരു വരം ചുഴലഭദ്രകാളിയോട് ആവശ്യപ്പെടുന്ന വരം മറ്റൊന്നുമല്ല, തൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലെ കാക്കി നൽകൂ, വലതുകാലിലേക്ക് മാറ്റി നൽകൂ എന്നൊരു വരം നാരായണത്വഭ്രാന്തൻ ചുഴലഭദ്രകാളിയോട് ചോദിക്കുന്നു. ചുഴലഭദ്രകാളി പറഞ്ഞു, എന്നാൽ തന്നെ അങ്ങനെ ആവട്ടെ എന്ന് ചുഴലഭദ്രകാളി ആരെ അനുഗ്രഹിക്കുന്നു? നാരായണത്വഭ്രാന്തനെ അനുഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ തൽക്ഷണം വലതുകാലിലേക്ക് മാറി. ചുഴലഭദ്രകാളി പരിവാരങ്ങളും അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യനെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഐതിഹ്യ കഥാപാത്രമാണ് നാരായണത്വഭ്രാന്തൻ. നമുക്കെല്ലാം അറിയാം, പറയിപറ്റ പന്തിരി കുലത്തിലെ ഒരംഗമാണ് ആര്? നാരായണത്വഭ്രാന്തൻ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നു. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാണ് പ്രതിസന്ധികളുടെ ഒരു കൂടാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും സദാ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ പ്രതിസന്ധികളെ കണ്ട് ഭയന്നോടാൻ നോക്കിയാൽ നമുക്ക് എല്ലായ്പ്പോഴും ഭയന്നോടുവാൻ മാത്രമേ സമയം കാണൂ. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനം നൽകുവാൻ പാടില്ല. ജീവിതത്തിൽ നിന്ന് ഭയത്തെ ഒഴിവാക്കണം. എവിടെ ഭയം അവസാനിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു? ജീവിതം തുടങ്ങുന്നു എന്നാണ്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ ഭയം അവസാനിക്കുന്നു അവിടെ ജീവിതം തുടങ്ങുന്നതുമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കൽ പോലും തിന്മ പ്രവർത്തിക്കുവാൻ പാടില്ല. തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയക്കാൻ മാത്രമേ സമയമുണ്ടാകൂ കേട്ടോ. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പരിധി വരെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയൊരു തിന്മ പോലും പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരുപാട് ഭയക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത്